ഹായ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിമോട്ട് സെൻസിങ് എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എങ്ങനെ റിമോട്ട് സെൻസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നും പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർത്തേ എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ ഡയറക്റ്റ് ഫിസിക്കലി കോണ്ടാക്റ്റ് ഇല്ലാതെ അതിനെ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണിതെന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് അല്ലേ? റിമോട്ട് സെൻസിങ്ങിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൊണ്ട് നമുക്ക്, അതായത് സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈറ്റ്, ആ ലൈറ്റിനകത്ത് നമുക്കറിയാം അതിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമ്മളിത് പഠിച്ചു ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് അല്ലേ? അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയ പോർഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ്, ഏതൊക്കെ സെൻസേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് മെയിനായിട്ടും പഠിക്കാനുള്ളത് ആക്റ്റീവ് ആൻഡ് പാസീവ് സെൻസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് എനർജി യൂസ്ഡ്. അപ്പം എനർജി യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സെൻസേഴ്സിനെ പഠിച്ചു. ഇപ്പോൾ സെൻസേഴ്സ് എന്ന് നമുക്കറിയാം അല്ലേ? എന്താ സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻസേഴ്സ് ആൻഡ് പ്ലാറ്റ്ഫോം അല്ലേ? അപ്പോൾ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഏതെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അല്ലേ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേ ഓഫ് നമുക്ക് ആ സാധനത്തിന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാതെ അതിൻ്റെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്ടാകണം, ഒരു സാധനം ഉണ്ടാകണം എന്നല്ലേ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകണം. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റിനെയാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ക്യാമറ ഒരു സെൻസറാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സെൻസറിനെ പറഞ്ഞു, എന്താണ്? അതൊരു സെൻസറാണ് അല്ലേ? നമുക്കതിനൊന്നും കോണ്ടാക്റ്റ് ഇല്ല, പക്ഷെ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഓൺ ദി ബേസിസ് ഓഫ് എനർജീസ് യൂസ്ഡ്, എനർജി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് സെൻസേഴ്സ് ഉണ്ട്. എന്താണ്? പാസീവ് ആൻഡ് ആക്റ്റീവ് സെൻസേഴ്സ്. അപ്പോൾ നമ്മുടെ പാസീവ് ആൻഡ് ആക്റ്റീവ് സെൻസേഴ്സിനെ പറ്റി നമുക്ക് പറയാം. അപ്പം പാസീവ് ആൻഡ് ആക്റ്റീവ് സെൻസേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കതിന് ഈസി ആയിട്ട് നമുക്കൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അതിനകത്ത് പാസീവ് റിമോട്ട് സെൻസിങ് സെൻസറും ഉണ്ട്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് സെൻസറും. ഇതിൻ്റെ പ്രോസസ്സ് പറയുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുന്നതും ഒന്ന് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസീവ് റിമോട്ട് സെൻസർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണം. മനസ്സിലായോ? ഇവിടെ സൺലൈറ്റ് ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സൺലൈറ്റ് ഇല്ലാതെ നമുക്ക് എന്തായാലും പാസീവ് റിമോട്ട് സെൻസർ നമുക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ചെയ്യാനോ പറ്റില്ല. അപ്പം സൺലൈറ്റിൽ നിന്നുമുള്ള എനർജി നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് വന്ന് വീഴുന്നു. അപ്പം ഈ സൺലൈറ്റിനകത്ത് നമുക്കറിയാം ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഉണ്ട്. സോ ഇതിനകത്തേക്ക് വന്ന് അതെന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്നുമുള്ള ഓബ്ജക്റ്റിൽ നിന്നും അത് റിഫ്ലക്റ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സെൻസർ, ആ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് തരത്തിലുള്ള സെൻസേഴ്സുകളുണ്ട്. അപ്പോൾ ആ സെൻസറിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ആ സെൻസർ അതിനെ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തതിന് ശേഷം ഏത് ഒബ്ജക്റ്റിനെയാണോ അനലൈസ് ചെയ്തത് ആ ഒബ്ജക്റ്റിൻ്റെ അനാലിസിസ് റിസൾട്ട് വേവ്സ് ആയിട്ട് സിസ്റ്റത്തിലേക്ക്, അതായത് നമ്മുടെ പ്രോസസ്സിങ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നമുക്ക് അതിനെ അനലൈസ് ചെയ്തെന്നുള്ള റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്താണ് മനസ്സിലായത്? ഇതിനെ നമുക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പാസീവ് റിമോട്ട് സെൻസർ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സൺലൈറ്റ് ആണ്. ദെൻ ആക്റ്റീവ് റിമോട്ട് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അപ്പം സെൻസറുകൾ തന്നെ എന്ത് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സെൻസർ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജിയെ നമ്മുടെ എർത്തിൻ്റെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിൽ വന്ന് ആ എനർജി
വന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് റീ എമിറ്റ് ചെയ്തിട്ട് വീണ്ടും എവിടേക്ക് തന്നെ പോകുന്നു, സെൻസറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സെൻസർ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെൻസർ തന്നെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ റിസീവ് ചെയ്ത് പോകുന്ന വേവ്സിൽ നിന്നും ഈ ഓബ്ജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഈ വേവ് പോകുന്നത്. ആ വേവ് അത് ആര് കളക്ട് ചെയ്യുന്നു, അവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം കളക്ട് ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കമ്പ്യൂട്ടർ സിസ്റ്റം കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അനാലിസിസ് റിസൾട്ട് കിട്ടുന്നു. അപ്പം സെൻസർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെൻസർ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അത് ട്രാൻസ്മിറ്റഡ് ടു ഫർദർ പ്രോസസ്സിംഗ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് റിമോട്ട് സെൻസർ യൂസ് ചെയ്യും. അപ്പം പാസീവിനകത്ത് എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സൺ ഉണ്ടെങ്കിൽ മാത്രമേ എനർജി സോഴ്സ് കിട്ടത്തുള്ളൂ. ആക്റ്റീവ് റിമോട്ട് സെൻസർ ആണെന്നുണ്ടെങ്കിൽ സണ്ണിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം എന്താണ് ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്, സൺ നമുക്ക് ഡേ ടൈമിലേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഡേ ടൈമിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഈ പാസീവ് റിമോട്ട് സെൻസർ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ആക്റ്റീവ് റിമോട്ട് സെൻസർ നമുക്ക് ഡേ ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പം ഡേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം, നൈറ്റ് ടൈമിലും യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു എക്സ്പ്ലനേഷൻസിനകത്തും പറയുന്നത്. അപ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് സെൻസേഴ്സ് വർക്ക് ആവുള്ളൂ. അപ്പം സണ്ണാണ് എനർജി സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ സണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി കൊടുക്കുന്നു, എനർജി റിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റീ എമിറ്റ് ചെയ്യുന്നു. ആ റീ എമിറ്റ് ചെയ്തതിനകത്തുനിന്നാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. പിന്നെ നമുക്കിത് ഡേ ടൈമിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നൈറ്റ് ടൈമിൽ നമുക്കിത് അത്രയും പറ്റത്തില്ല, കാരണം സാധനം എന്താണ്, ലൈറ്റ് പോയി ഇലൂമിനേറ്റ് ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യില്ല, അതുകൊണ്ട്. അതേപോലെ തന്നെ there is no reflected energy available from the sun at night. Energy that is naturally emitted, such as thermal infrared, can be detected day or night, as long as the amount of energy is large enough to be recorded. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തേർമൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ തേർമൽ ഇൻഫ്രാറെഡ്, അപ്പം ഈ വരുന്ന സൺലൈറ്റിനകത്തുനിന്നും ഈ തേർമൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന എനർജി സോഴ്സാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഇല്ല. കാരണം തേർമൽ ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനർജി നമ്മുടെ ഏതാണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന് ഈ തേർമൽ ഇൻഫ്രാറെഡിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ, അത് നേച്ചർ ഓഫ് ഓബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും എന്തുമാത്രം ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നുള്ളത്. ദെൻ ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ സം ടൈംസ് ഇത് എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ സം ടൈംസ് ഇത് എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ എന്താണ്, ഇപ്പം നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റീപ്രൊഡ്യൂസർ ട്രാൻസ്മിറ്റ് ചെയ്ത് സൺലൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. മനസ്സിലായോ? അപ്പം ഇൻഫ്രാറെഡിൻ്റെ പ്രസൻസ് ഉള്ള ടൈമിലാണ്, ഇപ്പോൾ ഇൻഫ്രാറെഡ് ക്യാമറ ഉള്ള സമയത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, പാസീവ് സെൻസേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഇല്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടൈമേ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, വിസിബിൾ അല്ലാതെ വേറെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ടല്ലോ, അപ്പം മൈക്രോവേവ് അങ്ങനെയുള്ള സംഭവങ്ങൾ പോലെ. അപ്പം ഇതിനകത്ത് പാസീവ് സെൻസേഴ്സ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് ആണ് വരുന്നത്. ഇപ്പം ഇൻഫ്രാറെഡ് പോലെയുള്ള റേഡിയേഷൻസ് ആണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് അതിനെയാണ് വന്ന് ഓബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് സെൻസേഴ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിഫറൻസ് ഇല്ല. അതാണ് പറയുന്നത് ഇൻഫ്രാറെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാമറാസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്യാമറയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പാസീവ് സെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എക്സാമ്പിൾസ് ഓഫ് പാസീവ് സെൻസേഴ്സ് ആണ് ലാൻഡ്സാറ്റ് ആൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക. ദെൻ പാസീവ് സെൻസേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്റ്റീവ് സെൻസേഴ്സിലേക്ക് പറഞ്ഞു. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. എനർജി സോഴ്സിൻ്റെ ആവശ്യമില്ല, ഡേ ആൻഡ് നൈറ്റിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് പറഞ്ഞത്, അതിനകത്ത് നമുക്ക് ആക്റ്റീവ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സാമിനിങ്
വേവ് ലെങ്ത് ദാറ്റ് ആർ നോട്ട് സഫിഷ്യൻ്റ്ലി പ്രൊവൈഡഡ് ബൈ ദ സൺ. ഇപ്പം സണ്ണ് പ്രൊവൈഡ് ചെയ്യാത്ത വേവ് ലെങ്ത് ഉള്ള സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആക്റ്റീവ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് for examining wavelengths that are not sufficiently provided by the sun, such as microwave, or better to control that way target is illuminated. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് നമുക്കറിയാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഗാമ റേസ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ, എക്സ്റേസ് ഉണ്ട്. പക്ഷേ വേവ് ലെങ്ത് കൂടിയത് മാത്രം ഒബ്ജക്റ്റിൽ വന്ന് തട്ടും, ദെൻ ദാറ്റ് റിഫ്ലക്റ്റഡ് ടു സെൻസേഴ്സ്. അതാണ് പാസീവ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മൈക്രോവേവ് എന്ന് പറയുന്നതിനൊക്കെ വേവ് ലെങ്ത് കുറവാണല്ലേ. ഇപ്പം സൺലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നില്ല ഈ മൈക്രോവേവിനെ അപ് ടു ദി ഓബ്ജക്റ്റ്. അപ്പം ആ തരത്തിലുള്ള വേവ്സിനെ പോലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോർ ആക്റ്റീവ് സെൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അതായത് ആക്റ്റീവ് സെൻസേഴ്സ് ആകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, സെൻസേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ സെൻസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈക്രോവേവ് ഒബ്ജക്റ്റിൽ വന്ന് ഒബ്ജക്റ്റിൽ വരെ എത്താനുള്ള വേവ് ലെങ്ത് അത് ഉണ്ടാവും. സോ അങ്ങനെയുള്ള വേവ്സിനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ആക്റ്റീവ് സെൻസേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ് പറയുന്നത്, അതിനൊരു ഡേ ആൻഡ് നൈറ്റ് ടൈം എന്ന് പറയുന്നൊരു ഡിഫറൻസേ ഇല്ല. പിന്നെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, സം എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് സെൻസേഴ്സ് ആർ ലേസർ ഫ്ലൂറോ സെൻസർ ആൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണ് ഡിഫറൻസ് എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. റിമോട്ട് സെൻസിങ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തെ ലൈറ്റ് ആവശ്യമാണ്. ദാറ്റ് മേ ബി വിസിബിൾ ലൈറ്റ്, തേർമൽ ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ഒക്കെ ആകാം. പക്ഷേ എക്സ്റേസും ഗാമ റേസും നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് തീരെ കുറവായിട്ടുള്ള രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് എക്സ്റേസും ആൻഡ് ഗാമ റേസ്. അതെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നത് പോലും നമുക്ക് ഹാംഫുള്ളാണ്. എന്നാൽ പോലും അത് എത്തുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് ഓബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേവ് ലെങ്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ അത് എമിറ്റ് ചെയ്യുന്നത് അത് കുറേ നേരം ട്രാവൽ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്ത് പോകും, വേവ് ലെങ്ത് ഇല്ലാതെ കൊണ്ട് സ്കാറ്റർ ചെയ്തങ്ങ് പോകും. സോ നമുക്കത് കിട്ടില്ല. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം വരും, അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് റീഎമിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ പാസീവ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? കേസ് ഓഫ് പാസീവ് റിമോട്ട് സെൻസിങ്, സോഴ്സ് ഓഫ് എനർജീസ് ദാറ്റ് നാച്ചുറലി അവൈലബിൾസ് ആണ്. Most of the remote sensing system work in passive using solar energy as a source. Then solar is reflected by the target and specific wavelength bands are recorded using sensors on board airborne or spaceborne platform. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സണ്ണിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, ദെൻ ദാറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം സെൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ സാറ്റലൈറ്റ് സെൻസേഴ്സ്, അത് സ്പേസിലാണ് ഇരിക്കുന്നത്. ദെൻ എയറിൽ, അതായത് ചിലപ്പോൾ ട്രാവലിംഗ് ഫ്ലൈറ്റിലായിരിക്കും വെച്ചേക്കുന്നത്. സോ അതാണ് എയർബോൺ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഫിഗർ കാണിച്ചു. ദെൻ പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, നമുക്കത് ഡേ ടൈമിൽ വേവ് ലെങ്ത് ഉള്ളത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ദ സൺ എനർജി ഈസ് എയ്തർ റിഫ്ലക്റ്റഡ് ആസ് ഇറ്റ് ഈസ് വിസിബിൾ വേവ് ലെങ്ത് ഓർ അബ്സോർബ്ഡ് ആൻഡ് റീട്രാൻസ്മിറ്റഡ് ആൻഡ് ദ thermal and it is for the thermal infrared wavelength. Passive detection can only when naturally occurring energy is available. പിന്നെ എന്താണ് പറയുന്നത്, നൈറ്റ് ടൈമിൽ നമുക്ക് പറ്റില്ല, ഡേ ടൈമിൽ മാത്രമേ പറ്റത്തുള്ളൂ. The amount of solar radiation present in the solar latitude is often insufficient for the visible light sensors, limiting the use of passive detectors. അതായത് പോളാർ ലാറ്റിറ്റ്യൂഡ്സ്, നമ്മൾ പോളാർ സൈഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പാസീവ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇൻസഫിഷ്യൻ്റ് ആണ്, നമ്മുടെ വിസിബിൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. പിന്നെ ക്ലൗഡ്സ്, ഡസ്റ്റ്, സ്മോക്സ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ബ്ലോക്ക് ദ റിഫ്ലക്റ്റഡ് എനർജി ഫ്രം ദി റീച്ചിങ് സെൻസേഴ്സ്.
എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസുകൾ ഇടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ലൈറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്താണ്, വേവ് ലെങ്ത് ഉള്ളത് മാത്രമാണ് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ പാസീവ് സെൻസസ് ക്യാൻ ഓവർകം വൈൽ ഡിസൈനിങ് ഈ റിമോട്ട് സെൻസിങ് സിസ്റ്റം. അപ്പം നമുക്കൊരു റിമോട്ട് സെൻസിങ് സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പം അതിനെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. ഓക്കെ ആണല്ലോ. പിന്നെ ദ കോമൺ മെത്തേഡ് ഈസ് യൂസ് a sensor that is capable for detecting radiation in the several different portion of electromagnetic spectrum. അതായത് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു റിമോട്ട് സെൻസിങ് സിസ്റ്റത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുന്നത്, യൂസ് ദ കോമ്പിനേഷൻ ഓഫ് വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് ചാനൽസ് വെദർ എ സാറ്റലൈറ്റ് ക്യാൻ പ്രൊവൈഡ് ഇമാജിനറി ഓഫ് എർത്ത് ക്ലൗഡ് പാറ്റേൺ ഡ്യൂറിങ് ബോത്ത് ഡേ ആൻഡ് നൈറ്റ് അവേഴ്സ്. അപ്പം വിസിബിൾ ലൈറ്റും അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ചാനൽസും യൂസ് ചെയ്തിട്ടുള്ളൊരു സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിബിൾ ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഡേ ടൈമിലും യൂസ് ചെയ്യാം. ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് ടൈമിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു പെർട്ടിക്കുലർ ലൈറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് നോട്ട് മച്ച് എഫിഷ്യൻറ്റ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനുള്ള ഒരു സെൻസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് മച്ച് വേവ് ലെങ്ത്തിലുള്ള സാധനം ഡേ ടൈമിലും നൈറ്റ് ടൈമിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്താണ് പറഞ്ഞു കഴിഞ്ഞു, സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഏത് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം, സെൻസേഴ്സാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് സെൻസേഴ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇപ്പം ആക്റ്റീവ് സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് സിസ്റ്റംസ് റിക്വയർ ദ ജനറേഷൻ ഓഫ് ഫെയർലി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു അഡീക്വേറ്റ് ഇലൂമിനേറ്റ് ടാർജറ്റ്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മച്ച് ട്രാൻസ്മിറ്റഡ് ടു എന്ത് ചെയ്യുന്നുണ്ട്, സെൻസസിലേക്ക് തിരിച്ചു പോകുന്നുമുണ്ട്. പക്ഷേ അത്രയും തിരിച്ചു പോകുന്നു പറയാൻ പറ്റത്തില്ല, കുറച്ച് സ്കാറ്ററിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് വെച്ച് പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫിസിക്കൽസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലും ഒക്കെ. പിന്നെ ഡോപ്ലർ റഡാർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിമോട്ട് സെൻസിങ് ടെക്നോളജി. അതെന്ന് പറയുന്നത് മൈക്രോവേവ്സിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, അത് എമിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് യൂസ്ഡ് ഇൻ ഏവിയേഷൻ ആൻഡ് മെട്രോളജി. And another form of active collection is the atmospheric sounder, which uses the various forms of energy including microwaves, radio waves to take measurement of density of atmosphere at the certain altitude, thus providing detailed data about the wide variety of phenomena such as wind speed, pollution level and atmospheric compositions. അത് പറയുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനകത്ത് ഒരു ആക്റ്റീവ് ഇപ്പം ആക്റ്റീവ് കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് സൗണ്ടർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് സൗണ്ടർ നമ്മളൊരു സെൻസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോവേവ്സും അതേപോലെ റേഡിയോ വേവ്സുമാണ് നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തെ മൈക്രോവേവും റേഡിയോ വേവും ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡെൻസിറ്റി, അറ്റ്മോസ്ഫിയർ ഡെൻസിറ്റി അറ്റ് സർട്ടൺ ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ തന്നെ വിൻഡിൻ്റെ സ്പീഡ്, പൊല്യൂഷൻ ലെവൽ, അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അറ്റ്മോസ്ഫിയറിക് സൗണ്ടർ എന്ന് പറയുന്ന ഒരു സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണേ. പിന്നെ precipitation radar is the first space-borne instrument designed to provide the 3-dimensional map of storm structures. അപ്പം precipitation radar എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്പേസ് ബോൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. സ്പേസിലൊരു സാറ്റലൈറ്റ് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൻ ഡ്രോപ്സിനെ പറ്റിയിട്ട്, അതായത് നമ്മളുടെ സൈസ്, റെയിൻ ഡ്രോപ്സിൻ്റെ സൈസ്, അതിൻ്റെ പാറ്റേൺസ്, അതേപോലെ തന്നെ എന്തുമാത്രം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ഓൺ റെയിൻ ടൈപ്പ്, ഓൺ ദി സ്റ്റോം ഡെപ്ത്, അതായത് എന്തുമാത്രം ഇൻറ്റൻസിറ്റി ഉണ്ട്, പിന്നെ ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ സ്നോ മെൽറ്റ് ഇൻ ടു റെയിൻ, ഏത് ഹൈറ്റിൽ വെച്ചിട്ട് സ്നോ റെയിനായിട്ട് മാറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്പേസ് ബോൺ ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രസിപ്പിറ്റേഷൻ റഡാർ എന്ന് പറയുന്നത്. ഇത് ഒരു ആക്റ്റീവ് സെൻസറാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ആക്റ്റീവ് ആൻഡ് പാസീവ് സെൻസേഴ്സിലേക്ക് വരുമ്പോൾ രണ്ടിനകത്തും എനർജി, ഒന്ന് സൺലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റേ എന്താണ് നമ്മുടെ സെൻസർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് എനർജി ആണെങ്കിലും വന്ന് ഒബ്ജക്റ്റിൽ വന്ന് തട്ടിയിട്ട് തിരിച്ചെന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം അല്ലേ. അപ്പം അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതായത് വന്ന ലൈറ്റ് തിരിച്ച് അതേ എത്രയും എമൗണ്ട് തന്നെ തിരിച്ച് പോകണമെന്നില്ല. അപ്പം കുറച്ച് ലൈറ്റ്സൊക്കെ എന്ത് ചെയ്ത് പോകും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് എന്തൊക്കെ പ്രോസസ്സ് നടന്ന് ആണ് പോകുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, സ്കാറ്ററിങ് occurs when particle or gas molecule present in atmosphere interact with and cause EMR to redirect from its original path. അതായത് സ്കാറ്ററിങ് നടത്തുന്നത് വളരെ പാർട്ടിക്കിൾ, ഗ്യാസ് മോളിക്യൂൾസോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് തട്ടി അതെന്ത് ചെയ്യും, അതങ്ങ് പോകും. അപ്പം എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരുപാട് വേവ് ലെങ്ത്, അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ, അബണ്ടൻസ് ഓഫ് പാർട്ടിക്കിൾ ഓർ ഗ്യാസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഇസ് ട്രാവൽ ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ഒന്നുകൂടെ പറയാം, ദ 3 ടൈപ്സ് ഉണ്ട്: റേലൈറ്റ് സ്കാറ്ററിങ്, മൈറ്റ് സ്കാറ്ററിങ്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. ഇപ്പം മൊത്തത്തിൽ ഇതിനെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന വേവ്സ് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് വേവ് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, എർത്തിൻ്റെ സർഫസിലേക്ക് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കാറ്റർ ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ നഷ്ടപ്പാകും. അതൊരിക്കലും ആ ഒബ്ജക്റ്റിലേക്ക് എത്തില്ല. അപ്പം അതേപോലെ തന്നെ അതാണ് പറഞ്ഞത്, വേവ് ലെങ്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഗാമാ റേസും എക്സ്റേസും ഒന്നും എന്ത് ചെയ്യുന്നില്ല, അറ്റ്മോസ്ഫിയറിൽ എത്തില്ല. അത് എന്ത് ചെയ്യും, പകുതിക്ക് വെച്ച് തന്നെ സ്കാറ്റർ ചെയ്ത് അങ്ങ് പോകും. അപ്പം നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമാത്രം പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, അതേപോലെ തന്നെ വേവ് ലെങ്ത്, ഇതേപോലുള്ള കാര്യങ്ങളെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് 3 ടൈപ്പ് സ്കാറ്ററിംഗ് ഉണ്ട്: റേലൈറ്റ് സ്കാറ്ററിംഗ്, മൈറ്റ് സ്കാറ്ററിംഗ് ആൻഡ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. അതിൽ റേലൈറ്റ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് occurs when particles are very small compared to the wavelength of the radiation. അപ്പം റേഡിയേഷൻ്റെ വേവ് ലെങ്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് വളരെ ടൈനി പാർട്ടിക്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ റേലൈറ്റ് സ്കാറ്ററിംഗ് ആയിരിക്കും സംഭവിക്കുന്നത്. These could be particles such as speaks to be dust or nitrogen or oxygen molecules. The causes of shorter wavelength to be scattered much more than the longer wavelength. Longer wavelength ഉള്ളത് ഭൂമിയിലേക്ക് എത്തും, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ ഇത് ഈ ഒരു മെക്കാനിക്സ് നടക്കുന്ന അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. അതായത് നമ്മൾ ഉള്ളതെല്ലാം ലോവർ അറ്റ്മോസ്ഫിയർ ആണ്, അതിന് മുകളിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള റീസൺ എന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, സ്കൈ കളർ. അതായത് സ്കൈയുടെ കളർ ബ്ലൂ ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ എന്താണ്, നമ്മുടെ ഈ വിസിബിൾ ലൈറ്റ് വരുമ്പോൾ അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ബ്ലൂ എന്ന് പറയുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് പോകും. സോ സ്കൈ എന്ന് പറയുന്നത് എന്തായിട്ട് ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ബ്ലൂ കളർ നമ്മളിലേക്ക് എത്തുന്നില്ല, മനസ്സിലായോ, അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് പോകും. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈവനിങ് നമുക്ക് റെഡായിട്ട് സണ്ണിനെ കാണാൻ പറ്റുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ആകുമ്പം ലെങ്ത്ത് കൂടുതലാണ്. അതായത് ഭൂമിയും അതേപോലെ തന്നെ സണ്ണും തമ്മിലുള്ള ലെങ്ത് കൂടുതലാണ്. അപ്പം ലെങ്ത് കൂടുതലാകുമ്പോൾ അവിടുന്ന് ലൈറ്റ് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തെ ബാക്കിയുള്ള എല്ലാ ലൈറ്റും അത്രയും ലെങ്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ സ്കാറ്റർ ചെയ്ത് പോകും. അവസാനം എത്തുന്നത് റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. സോ വേവ് ലെങ്ത് മച്ച് ഗ്രേറ്റർ ആയതുകൊണ്ട് ആസ് കമ്പയർ ടു അനദർ ലൈറ്റ്, സോ അത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും, നമ്മളിലേക്ക് എത്തും. സോ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ നമുക്ക് അതിനെ റെഡായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അതായത് വരുന്ന വിസിബിൾ ലൈറ്റിൽ നിന്ന് വരുന്നതിനകത്തു നിന്ന് റെഡ് മാത്രമേ സ്കാറ്റർ ചെയ്ത് പോകാതെ നമ്മളിലേക്ക് എത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്കതിനെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണേ.
അപ്പം ഇത് സ്കാറ്ററിങ് ആണ് പറയുന്നത്. നോക്കിയാൽ അറിയാം, എർത്തിൻ്റെ സർഫസിൽ വന്നിട്ട് ടച്ച് ചെയ്ത് എർത്തിൻ്റെ ആ സർഫസിൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ വരുമ്പം സ്കാറ്റർ ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ദെൻ മൈ സ്കാറ്ററിങ് എന്ന് പറയുന്നത് occurs in particle just above or same size of the wavelength of radiation. അതായത് വേവ് ലെങ്ത്തിൻ്റെ ഒന്നെങ്കിൽ സെയിം സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കൂടുതലായിരിക്കണം. അപ്പം എന്തൊക്കെയാണ് സാധാരണയായിട്ട് സ്കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്കാറ്ററിങ്ങിന് കാരണക്കാരനായിട്ടുള്ളത് ആരൊക്കെയാണ്? ഡസ്റ്റ്, പൊളൻ, സ്മോക്ക് ആൻഡ് വാട്ടർ വേപ്പേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വന്ന് ടച്ച് ചെയ്തിട്ടാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. Occurs mostly at the lower part of the atmosphere where larger particles are more abundant. അപ്പോൾ ലാർജർ പാർട്ടിക്കിൾസ് കൂടുതലും കാണപ്പെടുന്നത് നമ്മളിൽ നിൽക്കുന്നേക്ക് അറ്റ്മോസ്ഫിയറിലാണ്. അതുകൊണ്ട് മൈ സ്കാറ്ററിങ് നടക്കുന്നത് എവിടെയാണ്? ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. നെക്സ്റ്റ് വരുന്നത് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ആണ്. ഒക്കോഴ്സ് വെൻ പാർട്ടിക്കിൾസ് ആർ മച്ച് ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത്. വേവ് ലെങ്തിനെക്കാട്ടിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് ആൻഡ് ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ കോസ് ദിസ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ്. സെയിം ഇതേപോലെ തന്നെ. നെക്സ്റ്റ് വരുന്നത് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും, കുറച്ച് എനർജി ലൈനിനെ അബ്സോർബ് ചെയ്യും. അപ്പം ഏതൊക്കെ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കോസസ് ദ മോളിക്യൂൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു അബ്സോർബ് എനർജി അറ്റ് വേരിയസ് വേവ് ലെങ്ത് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. The ozone, carbon dioxide and water vapor are the main 3 atmospheric constituents which absorb the radiation. ഈ 3 പാർട്ടിക്കിളാണ് വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ളത്. The O3, ഓസോൺ അബ്സോർബ് ചെയ്യുന്നത് വരുന്നതിന് അതൊന്ന് UV റേസിനെയാണ്. കാരണം നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് നമുക്കറിയാം ഒരുപാട് ലൈറ്റ്സുകളുണ്ട്. അതിനകത്ത് നമുക്കറിയാം ഈ അൾട്രാവയലറ്റ് റേസ് താഴേക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ പാളികളിലെ വിള്ളലുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ അൾട്രാവയലറ്റ് റേസിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അവിടെ ഹോൾസ് വരുമ്പോഴാണ് അതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? സോ O3 അബ്സോർബ് ചെയ്യുന്ന UV റേസിനെയാണ്. ഇത് ഒരു അബ്സോർപ്ഷൻ്റെ ഫിഗർ ജസ്റ്റ് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റെഫർ ടു ആസ് എ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? റെഫർ ടു ആസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ടെൻഡ്സ് ടു അബ്സോർബ് ദ റേഡിയേഷൻ ഷോർട്ട്ലി ഇൻ ദി ഫാർ IR പോർഷൻ ഓഫ് ദി സ്പെക്ട്രം ഏരിയ അസോസിയേറ്റഡ് വിത്ത് തെർമൽസ് ഹീറ്റ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നുള്ള എന്താണ്? അത് എന്തുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യാൻ സ്ട്രോങ്ലി ഇൻ ദ IR പോർഷൻ, ഇൻഫ്രാറെഡ് പോർഷൻസിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂട്ടുന്ന റേസ് ആണ്. സോ ആ ഇൻഫ്രാറെഡ് പോർഷൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then water vapor in the atmosphere absorb much incoming long wave IR and short wave microwave radiations. അപ്പം IR റേഡിയേഷൻസിനെയും മൈക്രോവേവ് റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യാൻ വേണ്ടി വാട്ടർ വേപ്പറിനകത്ത് പറ്റുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് കുറച്ച് എന്താണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസും മൈക്രോവേവ് റേഡിയേഷൻസും നഷ്ടപ്പെട്ടു പോവുകയാണ്. ബാക്കി മാത്രമേ ഒബ്ജക്റ്റിലേക്ക് എത്തും. ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദെൻ അത് റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ഇതേപോലെ നഷ്ടപ്പെട്ടു പോകും. അതാണ് സംഭവം. ദെൻ ഇൻ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് അപ്പം ട്രാൻസ്മിറ്റിങ്, അപ്പം നമുക്കറിയാം വന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ദെൻ കുറച്ച് അബ്സോർബ് ചെയ്യുന്നു, ഫസ്റ്റ് വൺ കുറച്ച് സ്കാറ്റർ ചെയ്ത് പോകുന്നു, നെക്സ്റ്റ് അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു, പിന്നെ പോകുന്നത് എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. അപ്പം ട്രാൻസ്മിഷൻ പേർപ്പസ് സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം സൺലൈറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് ഭൂമിയിൽ എത്തണം. അപ്പോൾ അതൊരു ട്രാൻസ്മിഷൻ ഉണ്ട്. ദെൻ ഒബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സക്സസ് ആയിട്ട് നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്നത്. റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇൻ വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ട്രാൻസ്പെറൻറ്റ്. അപ്പം ഒരു പ്രശ്നവും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്.
certain spectral regions of electromagnetic radiation pass through the atmosphere without much attenuation. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റീജിയണിൽ, ചില പോർഷനിൽ, അറ്റ്മോസ്ഫിയറിലെ ചില പോർഷനിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല, വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പാസ് ചെയ്യും വിത്തൗട്ട് എനി പ്രോബ്ലംസ്. അപ്പം ആ ഒരു റീജിയനെ പറയുന്നവരാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി അപ്പം ലൈറ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സ്കാറ്റർ ചെയ്ത് പോവുകയോ ഒന്നും പറ്റുന്നില്ല. പിന്നെ എന്താണ്, അബ്സോർപ്ഷൻ ഇല്ല, ഒന്നുമില്ല. ഇതിനെ ഒരു ഒബ്സ്ട്രക്ഷൻസും ഇല്ലാതെ വരുന്ന ലൈറ്റ് അതേപോലെ തന്നെ എത്തുന്നുണ്ട്. സോ അതിനെ പറയുന്നവരാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നോക്കുക. സ്കാറ്ററിംഗ് ഉണ്ട്, സ്കാറ്ററിംഗ് തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഉണ്ട്, ദെൻ അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് വിൻഡോസും ഉണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ഫീച്ചേഴ്സ്. അതായത് വരുന്ന ലൈറ്റ് വന്ന് ഒബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്യുമ്പം അവിടെ വെച്ച് എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു, അതായത് വരുന്ന ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ കുറച്ച് ലൈറ്റ് ഒബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് വരുന്ന ലൈറ്റുകൾ എന്ത് ചെയ്തു പോകാം, നഷ്ടപ്പെട്ടു പോകാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അത് 3 തരത്തിലുണ്ട്: റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. നോക്കിയറിയാം. ആ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് വെൻ റേഡിയേഷൻ ഈസ് റീഡയറക്റ്റ് ആഫ്റ്റർ ഹിറ്റിംഗ് ദ ടാർജറ്റ്. അതായത് ഒരു ടാർജറ്റിൽ വന്ന് ടച്ച് ചെയ്തത് അത് തിരിച്ചു പോകുമ്പോഴാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അബ്സോർപ്ഷൻ ഒക്കേഴ്സ് വെൻ ദ റേഡിയേഷൻ ഇസ് അബ്സോർബ്ഡ് ബൈ ദ ടാർജറ്റ്. അത് തന്നെ ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് വെൻ ദ റേഡിയേഷൻ ഇസ് അലൗഡ് ടു പാസ് ത്രൂ ദ ടാർജറ്റ്. അതായത് അവിടെ ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിനുള്ളിലേക്ക് ഈ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ 3 രീതിയിലാണ് ഒബ്ജക്റ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ വരുന്ന ലൈറ്റ് ഒബ്ജക്റ്റിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിഫ്ലക്ഷൻ നടക്കും ഒബ്ജക്റ്റിൽ, അബ്സോർപ്ഷൻ നടക്കും ആൻഡ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പം ഫസ്റ്റ് വരുന്നതാണ് ആ കാണിക്കുന്ന 3 പ്രോസസ്സും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം ഇൻസിഡൻറ്റ് ലൈറ്റ് ഒബ്ജക്റ്റിൽ വന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഇത് കുറച്ച് അബ്സോർബ് ചെയ്യും, ദെൻ ഈ ഒരു ബോഡിക്കകത്തൂടെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ദെൻ അവിടുന്ന് ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നു, ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ചിലത് അബ്സോർബ് ചെയ്യും, ചിലത് എന്താകും, ആ ഒബ്ജക്റ്റിനകത്തൂടെ പാസ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി. ആ തിയറി പറയുന്നത് എന്താണ്, വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് എത്ര എമൗണ്ട് ആണോ അതിനകത്തുനിന്ന് കുറച്ച് എന്ത് ചെയ്ത് പോകും, റിഫ്ലക്റ്റ് ചെയ്ത് പോകും, അബ്സോർബ് ചെയ്ത് പോകും ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും അബ്സോർബ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എനർജിയാണോ വന്നത് അത്രയും എനർജി തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെയാണേ. അപ്പം അതാണ് പറയുന്നത്. ഇനി ഈ ഒരു സാധനം നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ, ആംഗിൾ അറ്റ് വിച്ച് ദ റേഡിയേഷൻ ഈസ് ഇൻ്റർസെക്ട്സ് ദ സർഫസ്, കോമ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സർഫസ്. സർഫസിൻ്റെ പ്രോപ്പർട്ടി, ഏത് ആംഗിളിലാണ് വന്ന് ലൈറ്റ് വന്ന് പതിക്കുന്നത്, അതേപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻസ്, ഇതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ പ്രോസസ്സ് നടക്കുന്നത്. അതാണ് പറയുന്നത് വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് റേഡിയേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെയും അബ്സോർബ് ചെയ്യുന്നതിൻ്റെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെയും സമ്മേഷൻ ആയിരിക്കും. ഓക്കെ. ഇനി റിമോട്ട് സെൻസിങ് സിസ്റ്റം യൂസസ് ദ റിഫ്ലക്റ്റഡ് വേവ്സ്. നമ്മുടെ റിമോട്ട് സെൻസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. കാരണം നോക്കിക്കഴിഞ്ഞാൽ ആ ഫിഗർ നോക്കിക്കേ, ഇൻസിഡൻറ്റ് ലൈറ്റ് വന്നു, കുറച്ച് അബ്സോർബ് ചെയ്ത് ഇതിനകത്തിരിക്കുക, കാര്യമുണ്ടോ? ഇല്ല. ട്രാൻസ്മിറ്റ് ചെയ്ത് ബോഡിക്കകത്തൂടെ അങ്ങ് പോവുക, കാര്യമുണ്ടോ? ഇല്ല. അത് വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ സെൻസേഴ്സിലേക്ക് എത്തുന്നതിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ റിഫ്ലക്ഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ആ റിഫ്ലക്ഷൻ 2 രീതിയിൽ റിഫ്ലക്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന് സ്പെക്കുലാർ റിഫ്ലക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, ഡിഫ്യൂഷൻ റിഫ്ലക്ഷൻ ഉണ്ട്. അടുത്ത സ്പെക്കുലാർ റിഫ്ലക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ വന്ന് പതിക്കുന്ന റേഡിയേഷൻസ് എന്ത് ചെയ്ത് പോകുന്ന ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ റോഡൊക്കെ സ്മൂത്ത് ആണല്ലേ. അപ്പം ഇത് ഇൻസിഡൻറ്റ് ലൈറ്റ്, ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് ടച്ച് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് അതേ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും,
ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും അല്ലേ. ഒരു പെർട്ടിക്കുലർ ആംഗിൾ നോക്കിക്കേ, ഇൻസിഡൻറ്റ് റേ വന്ന് ടച്ച് ചെയ്യുന്നു, ദെൻ അവിടെ ഒരു ബീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് ടച്ച് ചെയ്യുന്നത്. ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതും ആ സെയിം ബീറ്റ ആംഗിളാണ് ആരുമായിട്ട്, നമ്മുടെ നോർമലുമായിട്ടും. സോ ഒരു പെർട്ടിക്കുലർ വേയിൽ വന്ന് ടച്ച് ചെയ്യുന്നു, ദെൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും ഒരു പെർട്ടിക്കുലർ ആംഗിൾ തന്നെയായിരിക്കും. സോ അങ്ങനെ പോകുന്നതിനെയാണ് നമുക്ക് സ്പെക്കുലാർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസർ ഈ ഒരു ആംഗിൾ ഇരുന്നെങ്കിൽ മാത്രമേ ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പൊസിഷൻ മാറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഡീറ്റെയിൽസ് കിട്ടത്തില്ല. നെക്സ്റ്റ് വരുന്നത് ഡിഫ്യൂഷൻ റിഫ്ലക്ഷൻ ആണ്. അപ്പം നമ്മളുടെ സർഫസ് വളരെ റഫ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നു, അപ്പോൾ അത് ഇൻസിഡൻറ്റ് ലൈറ്റ് വരുമ്പം ഇതിനകത്ത് വന്ന് തട്ടി അത് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലായിട്ട് എന്ത് ചെയ്തു പോകും, റിഫ്ലക്റ്റ് ചെയ്തു പോകും. അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിളിലല്ല റിഫ്ലക്ഷൻ നടക്കുന്നത്, എല്ലാ ഡയറക്ഷനിലേക്കും റിഫ്ലക്ഷൻ നടക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ സെൻസർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വരുന്ന റിഫ്ലക്റ്റർ റേയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? സോ ഇതാണ് 2 ടൈപ്സിലുള്ള നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ യൂസ് ചെയ്യുന്ന റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് സ്പെക്കുലാർ, അത് സ്മൂത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഡിഫ്യൂഷൻ റിഫ്ലക്ഷന്. ഇപ്പം നമ്മുടെ സർഫസ് റഫ് ആവുകയും സ്മൂത്ത് ആവുകയും ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻസ് 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്മൂത്ത് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യാം, റഫ് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യാം. സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകുന്നത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. അപ്പം അവിടെ സെൻസർ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേ സമയത്ത് നമ്മളൊരു റഫ് സർഫസിലാണ് നമ്മുടെ ലൈറ്റ് റേഡിയേഷൻസ് വന്ന് പതിക്കുന്നത്, ദെൻ അവിടുന്ന് തിരിച്ചു പോകുന്നത് പല ഡയറക്ഷനിലായിരിക്കും വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് റിഫ്ലക്ഷനാണ് റിമോട്ട് സെൻസിങ്ങിനകത്ത് ഇമ്പോർട്ടൻസ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ട് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള ഓരോ റേഡിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചു. ദെൻ അതിനകത്ത് പാസീവ് സെൻസേഴ്സും ആക്റ്റീവ് സെൻസേഴ്സും യൂസ് ചെയ്യുന്നതിനെ നമ്മൾ പഠിച്ചു. ദെൻ റേഡിയേഷൻസ് വേവ് ലെങ്ത് ഉള്ളത് മാത്രമാണ് തിരിച്ച് അങ്ങെത്തുന്നത്, അത് ബാക്കിയുള്ളതെല്ലാം ഇടയ്ക്ക് വെച്ചിട്ട് ട്രാൻസ്മിഷൻ്റെ സമയത്ത് സ്കാറ്റർ ചെയ്ത് പോകും, അബ്സോർബ് ചെയ്ത് പോകും എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ ഒബ്ജക്റ്റിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ആവശ്യം എന്നും പഠിച്ചു. അപ്പം റേഡിയേഷൻസിനകത്തെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചു. അപ്പോൾ തെർമൽ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് പോലെയുള്ള സാധനങ്ങളെയാണ്, റേഡിയോ വേവ്സ് അങ്ങനെയുള്ള സാധനങ്ങളെയാണ് സാധാരണയായിട്ട് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ റിമോട്ട് സെൻസിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട്, ആ വേവ് ലെങ്ത് കൂടുതലായിട്ടുള്ള മൈക്രോവേവ് അതേപോലെ തന്നെ നമ്മുടെ റേഡിയോ വേവ് പോലെയുള്ള സാധനങ്ങളെ യൂസ് ചെയ്താണ് റിമോട്ട് സെൻസിങ് ചെയ്യുന്നത്. ഗാമ റേസ്, എക്സ് റേസ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല, കാരണം അത്രയും വേവ് ലെങ്ത് അതിനില്ല. അപ്പോൾ വരുന്ന വഴിക്ക് വെച്ചിട്ട് അത് എന്ത് ചെയ്ത് പോകും, നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ എനർജി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് പഠിച്ചത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നോക്കുക, ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക്